വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ബാംഗ്ലൂരാണ് അപ്പോൾ എന്തിനാണ് ബാംഗ്ലൂർ വന്നതെന്ന് വെച്ചാൽ ധീരചേട്ടൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഒരു ഇക്കയിലേക്ക് അവൻ എന്നെ കൊണ്ടുവന്നു. അപ്പോൾ ഞാനിപ്പോൾ അവൻ്റെ റൂമിലാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു അപ്പാർട്ട്മെൻറ്റാണ്. ഒരു റൂം കാണും. റൂമിൻ്റെ അകത്ത് തന്നെ കിച്ചൺ, ബാത്റൂം, ഒരു കോമൺ ആയിട്ടൊരു ബാൽക്കണി, അങ്ങനെ വരുന്നൊരു സെറ്റപ്പാണ്. അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ. ഇന്ന് രാവിലെ എത്തി. അതായത് ഫെബ്രുവരി 5 രാവിലെ എത്തി. ഫെബ്രുവരി 4 ഈവനിങ് ഞങ്ങൾ ട്രെയിൻ കയറി. ഫെബ്രുവരി 5 മോർണിംഗ് ഇവിടെ എത്തി. വീട്ടിട്ട് വർക്കിൽ പോയി. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും വർക്കിൻ്റെ ആയതുകൊണ്ട് ഒന്നും പ്രത്യേകിച്ച് പരിപാടിയൊന്നും കാണില്ല. എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് പോകുന്നെങ്കിലും സാറ്റർഡേ സൺഡേസ് ഒക്കെ ആയിരിക്കും പുറത്ത് പോകുന്നതൊക്കെ. അപ്പോൾ അതായിരിക്കും ഞാൻ കൂടുതൽ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടുതൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ നിങ്ങളെന്നെ കാണുന്നത് ഈ പറയുന്ന പോലെ ട്രാവലിംഗ് ആയിട്ട് പുറത്ത് പോകുന്നത് മറ്റു കാര്യങ്ങളായിരിക്കും. സോ അതിൽ ബാക്കി ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ദ റിയൽ ലൈഫ് ഓഫ് ബാംഗ്ലൂർ ആയിരിക്കും. നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ബാംഗ്ലൂർ ലൈഫ് അല്ല എന്നുള്ളത് എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. ഇപ്പോൾ സമയം 6 മണിയാകാൻ പോകുന്നു. എനിക്ക് വിശക്കുന്നു. സോ ഇവിടെ അടുത്തൊരു പാർക്കുണ്ടെന്ന് പറഞ്ഞൊന്ന് പാർക്കിലൊന്ന് പോകാം. ജസ്റ്റ് പോയി നടന്നിട്ടൊക്കെ വരാമെന്ന്. ഉച്ചയ്ക്ക് ഞങ്ങൾ നല്ല ബിരിയാണി കഴിച്ചു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ബിരിയാണിക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കേട്ടിട്ടില്ലാത്ത കുറേ പേരുകൾ ഓർഡർ ചെയ്തതാണ്. സോ മെനി ടൈപ്പ് ഓഫ് ബിരിയാണി. നല്ല സ്പൈസി ആയിരുന്നു, കൊള്ളായിരുന്നു. ഇതിപ്പോൾ ഞാനും തിരിച്ചേട്ടന് നിൽക്കുന്ന വീട്ടിൻ്റെ ടെറസിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ്. അതൊക്കെ എങ്ങനെയാണ് അവിടുത്തെ ഓരോ വീടുകളും. ഇങ്ങനെ ഓരോ വീട്ടിലും ഓരോ ആൾക്കാരുണ്ട്, ഓരോ ഫാമിലി താമസിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം ഇത്ര അടുത്തടുത്താണ്. ആണ് ഞങ്ങളുടെ ടെറസ്. അതാണ് ധീരചേട്ടൻ്റെ റൂം. ഇതൊക്കെ ആരുടെയൊക്കെയോ തുണികളാണ് ഗൈസ്. താഴെയൊക്കെ താമസിക്കുന്ന ആരുടെയൊക്കെയോ. നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് മെറിനെ കാണാൻ പോകുവാണ്. മെറിൻ എൻ്റെ കോളേജ് ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇപ്പോൾ മെറിൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 3 years ആയിട്ട് ബാംഗ്ലൂർ തന്നെയാണ്, ഇവിടെ തന്നെ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ലാസ്റ്റ് അവളെ കണ്ടത് കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ്. എൻ്റെ കല്യാണത്തിനൊക്കെ വരാൻ പറ്റിയില്ല. അപ്പോൾ ഏകദേശം ഒരു 4 വർഷങ്ങൾക്ക് ശേഷം ഞാൻ മെറിനെ കാണാൻ പോവുകയാണ്. രാവിലെ നമ്മളിവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് ഇഡലിയും സാമ്പാറും, ചമ്മന്തി സാധാ ചട്നിയല്ല, കപ്പലണ്ടി അരച്ചാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. മധുരമുണ്ട്. സാമ്പാറിനകത്ത് കഷ്ണങ്ങളില്ല, വെള്ളം മാത്രമേ ഉള്ളൂ. പേരിനൊരു സാമ്പാർ. 2 ഇഡലി സാമ്പാർ. അടവെടുത്തില്ല. ഇരുന്നിട്ട് പൂരിയാണ് കഴിക്കുന്നത്. മെറിനെ കാണും. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ലക്ഷ്മിയായിട്ട് വേറെവിടെയെങ്കിലൊക്കെ പോകും. അങ്ങനെ ഈ ഓട്ടിപ്പം അത്ര ശരിയല്ല ആരുടെയും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. ഫുള്ള് റോഡിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറേ വേസ്റ്റൊക്കെ കൊണ്ട് തള്ളിയിട്ട് എല്ലാം അങ്ങനെ മണ്ണും പൊടിയും മാസ്കൊക്കെ വെച്ചിട്ട് പോകാൻ പറ്റൂ. എൻ്റെ ഇത് വലിയ ഭംഗിയൊന്നുമില്ല ഗൈസ്, സത്യം പറയാമല്ലോ. അത് വെച്ച് നോക്കുമ്പം കേരളം എത്ര സുന്ദരമാണ്. ഇതൊരുമാതിരി അന്തവും കുന്തവും ഇല്ലാതെ ആൾക്കാർ റോഡിൽ കൂടെ പോകണം. ഡ്രൈവ് ചെയ്യുന്നതും ശരിയല്ല, മൊത്തത്തിലൊന്നും ശരിയല്ല. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. നമ്മളെല്ലാം സത്യസന്ധമായിട്ട് പറയണമല്ലോ. നമ്മൾ മെറിനെ കാണാൻ പോകുന്നു. ഇവിടുന്ന് ഒരു 49 minutes ഉണ്ട് സ്കൂട്ടറിൽ പോകുമ്പോൾ. സോ നമുക്ക് മെറിനെ കണ്ടിട്ട് വരാം. വണ്ടി എടുക്കുന്നോ? ദൂരമുണ്ടോ? കണ്ണൂർ കോക്ടെയിൽ വേണം. ഞാൻ കുടിച്ചതാ കണ്ണൂർ പോയപ്പം. വേണമെങ്കിൽ ഇത് കുടിക്കാം. ബാംഗ്ലൂർ വന്നിട്ട് കണ്ണൂർ കോക്ടെയിലാണ് ആകേണ്ടത്. ഇത് ഇവിടെ ഫുള്ള് മലയാളികളാണ്. മടിവാള കംപ്ലീറ്റ് മലയാളികളില്ലാത്ത സ്ഥലമില്ലല്ലോ.
ഇവിടെയൊക്കെ നല്ല വൃത്തി, നല്ല ശ്യാമസുന്ദരമായ സ്ഥലങ്ങൾ. നമ്മൾ നിൽക്കുന്നിടമൊക്കെ എന്താണ്, നമ്മൾ നിൽക്കുന്ന സ്ഥലമൊന്നും വൃത്തിയൊന്നും അല്ല, അഴുക്കല്ല, കംപ്ലീറ്റ് പൊടിയാണ്. ചിലപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ വളരെ ലോ ആയിട്ടേ കേൾക്കും, ഞാൻ മൈക്ക് എടുത്ത് വച്ചിട്ടില്ല. ഗൈസ്, നമ്മൾ മെറിനെ കണ്ടു. പക്ഷെ മെറിന് വൈറലാവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ക്യാമറയുടെ മുമ്പിൽ വരുന്നില്ല. വൈറലാവാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ മെറിൻ വന്നേനെ. പക്ഷെ ഞാൻ നീ നടന്നു വരുന്നൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ എടുത്തത്. വെറൈറ്റി വീഡിയോയിൽ പോയി ഇന്റർവ്യൂ എടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ വൈറലായാലേ പറ്റൂ. ചിലപ്പോൾ നീയാണ് വൈറലാവുന്നെങ്കിലും ഞാൻ ആയില്ലെങ്കിലും. എന്തൊക്കെ ആഗ്രഹങ്ങളാ, വെറൈറ്റി വീഡിയോയിൽ ഇന്റർവ്യൂ എടുക്കണം. നീലകൂലിന്റെ ഫ്രണ്ടിൽ ചെന്നതാണല്ലോ. കണ്ട് 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 ഗൈസ്, ഇന്ന് നമ്മൾ മനുവണ്ണൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. മനുവണ്ണൻ്റെ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയോ പരിപാടികളുണ്ടെന്നൊക്കെ പറയുന്നത്. മനുവണ്ണൻ്റെ വീട് എവിടെ? കേശദാസപുരം അല്ലെങ്കിൽ കേശദാസപുരം ട്രിവാൻഡ്രമായിരുന്നു. അവിടെയാണ് മനുവണ്ണൻ്റെ വീട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു ഊബർ എടുത്ത് മെട്രോയിൽ ഇറങ്ങി അവിടെ നമ്മൾ മെട്രോ പിടിച്ച് മനുവണ്ണൻ്റെ വീട്ടിൽ പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ പരിപാടികളുണ്ട്, എനിക്കറിയില്ല. ഓക്കെ, ഞാൻ ഇട്ടിരിക്കുന്ന ഉടുപ്പ് കണ്ടോ? കോസ്റ്റ്യൂം കേട്ടസ് ബൈ ആർച്ച. ഈ ഉടുപ്പ് ആർച്ചയുടെയാണ്, അകത്ത് കിടക്കുന്നതിൻ്റെ കേട്ടോ. അപ്പം നമ്മൾ മനുവണ്ണൻ്റെ വീട്ടിൽ പോയിട്ട് വരാം. ബൈ. ഗായ്സ്, നമ്മൾ മെട്രോയിലല്ല പോണേ, നമ്മൾ ഊബറിനകത്താണ് പോണത്. ഇവിടെ നമ്മൾ മനുവണ്ണൻ്റെ അവിടെമാർ ഊബറിൽ പോകും. ഞാൻ വിചാരിച്ചു നമ്മൾ മെട്രോയിലാണ് പോകുന്നതെന്ന്. ഇവരെന്നെ പറ്റിച്ചു. ഞാൻ വലിയ കാര്യത്തിൽ മെട്രോയിൽ കയറിയിട്ട് അതൊക്കെ വ്ലോഗ് ആക്കാമെന്ന് പറഞ്ഞു. സോ മെറിനെ കണ്ടിട്ട് നമ്മളന്ന് വൈകിട്ട് ആയിരുന്നു തിരിച്ചെത്തിയത്. അല്ല, ഏകദേശം ഉച്ചയായി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് തലവേദനയൊക്കെ ആയതുകൊണ്ട് അധികം അങ്ങോട്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊന്നും ഇറങ്ങിയില്ല. ഇത് പിറ്റേന്ന് രാവിലത്തെയാണ് നിങ്ങളിപ്പം കാണുന്നത്. അപ്പം നമ്മൾ മനുവണ്ണൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ രണ്ട് സൈഡിൽ, അതായത് ലക്ഷ്മി നിൽക്കുന്ന ആ ഒരു ഏരിയ ആണ് ഇവിടെ കംപ്ലീറ്റ്. അപ്പോൾ ആ ഏരിയയാണ് ഈ കാണുന്നത്. ഇപ്പോൾ എനിക്കൊന്ന് ശിവരാത്രി അടുപ്പിച്ചായതുകൊണ്ട് ഇവർ കംപ്ലീറ്റ് പൊടിയൊക്കെ മാറാനായിട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് കഴുകി. ഇവിടെ എപ്പോഴും അടുത്തടുത്ത് മുക്കിന് അമ്പലങ്ങളാണ്. അങ്ങനെ പ്രത്യേക ഏരിയ ഒന്നുമില്ല അമ്പലങ്ങൾക്ക് വേണ്ടിയിട്ട്. എല്ലായിടത്തും എവിടെ ചെന്നാലും എനിക്ക് തോന്നുന്നു ഇവളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ 2 ക്ഷേത്രം അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഊബറിൽ നേരെ മനുവണ്ണൻ്റെ വീട്ടിലോട്ട് പോകുന്നു. പശു, ഇത് പശു തന്നെയല്ലേ? നമ്മൾ ഊബറിലാണ് പോയത്. ഊബറിൽ ഇങ്ങനെ റോഡിൽ മൊത്തം പശു. കേൾക്കാനൊക്കെ പറ്റും. ഇതിൽ സൗണ്ട് എടുക്കും. ഞാൻ മൈക്ക് വെച്ചിട്ടില്ല. അതായത് നമ്മളല്ല, ഇവർ രണ്ടും നിൽക്കുന്നത് ബാംഗ്ലൂരിൻ്റെ ഇങ്ങേറ്റമാണ്, ഔട്ടർ. ഈ സിറ്റിയിലോട്ടൊക്കെ പോകുമ്പോൾ നല്ല വൃത്തിയും ഇങ്ങനെ പണിയൊന്നും നടക്കാത്ത ഏരിയ ആയിരിക്കും. ആണോ? ഇവർ രണ്ടും പോയിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. മനുവിൻ്റെ സ്ഥലത്ത് മനസ്സിലാവും. പക്ഷെ ഇന്നലെ നമ്മൾ പോയ മടിവാളം അത് നല്ല സ്ഥലമായിരുന്നു കേട്ടോ. അതാണ് നിങ്ങളിവിടെ കണ്ടത്. അത് അത്യാവശ്യം ഇങ്ങനെ നീറ്റും ഒക്കെയാണ്. ഇവിടെ ഫുള്ള് എന്തൊക്കെയോ പണി നടക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു. കടകളുള്ള സ്ഥലങ്ങളോട് എന്ത് നീറ്റ് തന്നെ ആണോ? ആൾക്കാർ താമസിക്കുന്ന പറഞ്ഞു വരുന്നത് ആൾക്കാർ താമസിക്കുന്നിടത്ത് ആൾക്കാർ വൃത്തിയാക്കത്തില്ല. ഇവിടെ ശിവരാത്രിയുടേതായിട്ട് എന്തൊക്കെയോ ഘോഷയാത്രയൊക്കെ പോകുന്നത് ഞാൻ എടുത്തില്ല. അതുമായി തോന്നുന്നുണ്ടെന്ന് ചെയ്യാം.
മനുവിന് ഫ്രിഡ്ജുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, പിന്നെ മനുവണ്ണനുണ്ട്. ഇവിടെ ഇങ്ങനെ പണി ചെയ്യാനുണ്ട്. ഇതെന്താ പാർക്കിംഗ് ഏരിയക്ക് വേണ്ടിട്ടാ ആന്ന് തോന്നുന്നു ഗൈസ്. അവിടെ പാർക്കിംഗ് ഏരിയക്ക് വേണ്ടിട്ട് പണി നടക്കുന്നു. ഇനി നമ്മൾ ഇവിടുന്ന് ഫീനിക്സ് മാളിലേക്ക് പോകുന്നു. ഫീനിക്സ് മാളിൽ പോയി നമ്മളൊരു പടമൊക്കെ കണ്ട് ചുമ്മാളിലൊക്കെ കറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഒക്കെ ചെയ്യും. ഗായ്സ്, നമ്മൾ ഫീനിക്സ് മാളിലാണ്. നമ്മൾ മൂവി കണ്ടു. മാളിൻ്റെ അകത്ത് എനിക്ക് വ്ളോഗ് എടുക്കാനുള്ള പെർമിഷൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ എടുത്തില്ല. നമ്മൾ ആശങ്കകൾ 1000 കണ്ടത്. അടിപൊളി പടം, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കരഞ്ഞ് ഗായ്സ്, ഞാൻ കരഞ്ഞ്. എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ കരഞ്ഞ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഇപ്പോൾ സമയം 3:45. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഇനി എന്താ പരിപാടി എന്ന് എനിക്കറിയില്ല. അപ്പം എൻ്റെ കൂടെ ആരുണ്ട്? തീരച്ചേട്ടനുണ്ട്, ലക്ഷ്മി ഉണ്ട്, പിന്നെ മനുവണ്ണൻ ബാത്റൂമിൽ പോയി. പിന്നെ മനുവണ്ണൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം നമ്മൾ ഫുഡ്, ഐ വിൽ ഷോ യു ദ മെനു. ഇവിടെ ഒരു ആർട്ടിച്ചോക്ക് ഡിപ്പ്. ഇത് നമ്മളെന്താ ഓർഡർ ചെയ്തത്? ഇതെന്താ സാധനം? ഇതിലൊക്കെ മുളക് പൊടിയുണ്ട്. സോ നമ്മൾ ഫീനിക്സ് മാളിൽ പോയി. അപ്പോൾ എനിക്ക് മാളിൻ്റെ അകത്തുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. മാളിൽ സാധാരണ എല്ലാ മാളിലും പോലെ തന്നെ, പ്രത്യേകിച്ച് വേറെ വ്യത്യാസമൊന്നുമില്ല. എന്തുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ ചില മാളിലൊന്നും വീഡിയോ അലൗഡ് അല്ല. സോ അതുകൊണ്ട് ലുലു മാളിലൊന്നും എന്തായാലും അലൗഡ് അല്ല, പെർമിഷൻ വേണം. അപ്പം എനിക്കാണെങ്കിൽ ഇവിടുത്തെ അങ്ങനെ പെർമിഷനൊന്നും എനിക്കില്ല. സോ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ഡൗട്ട്, ഇനി എങ്ങനെ വീഡിയോ എടുത്തിട്ട് ലൈക്ക് ആരെങ്കിലും വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും പറയാമെന്ന് വെച്ചിട്ട് ഞാൻ അതുകൊണ്ട് അത് എടുത്തില്ല. ഞങ്ങളൊരു മൂവി ആയിരുന്നു പോയി കണ്ടത്. ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു, മൂവി പോയി കണ്ടു. പിന്നെ നിങ്ങൾ കണ്ടാണ് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് മനുവണ്ണൻ്റെ വീട്ടിൽ പോയി. പിന്നെ രാത്രി അവിടെ ആയിരുന്നു. രാത്രി എന്ന് വെച്ചാൽ ഡിന്നർ പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്നായിരുന്നു. ജസ്റ്റ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് രാത്രിയാണ് വന്നത്. ലക്ഷ്മി ഉണ്ടായിരുന്നു. ലക്ഷ്മിയുടെ വീട്ടിൽ പോയി. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൻ്റെ ഒരു ഒത്തിരി ഉള്ളിലോട്ടാണ്, ലൈക്ക് ഔട്ടർ ഒരു പാർട്ടാണ്. അപ്പം ഈ പുറമേ ഉള്ള, അതായത് റോഡ് സൈഡിലൊക്കെ ആണ് ഈ വലിയ വലിയ ബിൽഡിങ്സും ഫ്ലാറ്റുകളും അതേപോലെ തന്നെ ഓഫീസസൊക്കെ ഇരിക്കുന്ന റോഡ് സൈഡിൽ. അപ്പോൾ അവിടെയൊക്കെ നല്ല നീറ്റും ക്ലീനും ഒക്കെയാണ്. ഈ ഉള്ളിലോട്ടൊക്കെയാണ് ഈ പറയുന്ന കണക്ക് PGസും അപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ വരുന്നത്. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇവിടെ എപ്പോഴും പണി നടക്കുക. എന്തിനാ പണി നടക്കുന്നതെന്ന് എനിക്ക് ഇവിടെ വന്നിട്ട് മനസ്സിലായില്ല. കാര്യം എപ്പോഴും എന്തൊക്കെയോ അങ്ങ് പണി നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറേ പൊടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു വൃത്തിയില്ലായ്മ ഉണ്ട്. എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും, ഫുള്ള് അവിടെ ഇവിടെയും എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഇട്ടുണ്ട്. അതങ്ങനെ. പിന്നെ റോഡ് സൈഡിലൊക്കെ വേസ്റ്റ് വെറുതെ കൊണ്ട് ഡബ് ചെയ്തിട്ടിരിക്കുക. എന്തായാലും നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതായത് ഇങ്ങനെ താഴേന്ന് ഇങ്ങനെ മുകളിലേക്ക് ഒറ്റ നിലയിൽ ഇങ്ങനെ കെട്ടിയാണ് ഇവിടുത്തെ വീടുകളല്ല അങ്ങനെ ഇങ്ങനെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇങ്ങനെ കുത്തി അങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത്. ഇങ്ങനെ മല പോലെ ഇങ്ങനെ കുന്ന് കണക്ക് അതിലിങ്ങനെ ഓരോ റൂം അത് അവിടെ അങ്ങനെയാണ് ഇവിടുത്തെ വീടുകളെന്ന് പറയുമ്പോൾ. അപ്പോൾ അതിങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ്. അതിൽ താഴെ ഏതെങ്കിലും ഒരു ഫ്ലോറിൽ ഇതിൻ്റെ ഓണർ താമസിച്ചിട്ട് ബാക്കി ഇവർ ഇതുപോലെ റെൻറ്റിന് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വേറെ സിറ്റി ഏരിയയിലൊക്കെ പോകുമ്പോൾ അത്രയും ആ ഒരു
എക്സ്പെൻസീവ് പരമായിട്ടുള്ള 5 സ്റ്റാർ ഹോട്ടൽസും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. അവിടെ നമ്മൾ എന്തായാലും പോയില്ല. കാര്യം അത്രയ്ക്കുള്ള പൈസയൊന്നും നമുക്കായിട്ടില്ല. അത്രയ്ക്കുള്ള പൈസയൊക്കെ ആകുമ്പോൾ നമ്മൾ പോകുന്നതായിരിക്കും. അതൊക്കെ അപ്പോഴും ഞാൻ നിങ്ങളെ കാണിക്കുന്നിരിക്കും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇവരോട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ എന്നെ ജസ്റ്റ് ഒരു 1 വീക്കിലേക്ക് കൊണ്ടുവന്നു, അത്രയേ ഉള്ളൂ. ഇനി വീണ്ടും ഞാനിതുപോലെ ബാംഗ്ലൂരൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളൊക്കെ പോയിട്ട് ഞാൻ നിങ്ങളതുപോലെ ഓരോരോ കാര്യങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതേപോലെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ട്രാവലൊക്കെ പോകുമ്പോഴോ അതുപോലെ അല്ലാത്തൊക്കെ അത് ചെയ്യുമ്പോഴൊക്കെ ഞാൻ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.